എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 40-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. എല്ലാ ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. പള്ളിയുടെ കൊയറിലൊക്കെ പാടുന്നത് വലിയ വലിയ പാട്ടുകാരാണ് എന്ന ഒരു ധാരണയായിരുന്നു അനുവിനുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഏത് സാഹചര്യത്തിലും അവസരങ്ങൾക്ക് വേണ്ടി ഇടിച്ചു കയറാൻ ചിലർക്ക് നല്ല മിടുക്കുമാണ്. പക്ഷേ അവൾക്കതിന് തീരെ താല്പര്യമില്ലായിരുന്നു. ഒന്നുമല്ലെങ്കിലും താനൊരു അനാഥയല്ലേ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അല്പം പിന്നിലേക്ക് നിൽക്കുന്നതാണ് നല്ലത്. മാത്രവുമല്ല, അവിടെ പാടുന്നവരെല്ലാവരും തന്നെ സംഗീതം പഠിച്ചവരുമാണ്. സംഗീതം പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തനിക്ക് അതിന് സൗകര്യം കിട്ടിയില്ലല്ലോ. അതുകൊണ്ടാണ് കിച്ചു പറഞ്ഞിട്ടാണെങ്കിൽ കൂടി അവൾക്കൊരു വിഷമവും വിമ്മിഷ്ടവും. അതും മറ്റും വേണമോടാ കിച്ചു. അതിൽ പാടുന്നവരെല്ലാം നന്നായി പാട്ട് പഠിച്ചവരും എന്നെക്കാൾ എത്രയോ കൂടുതൽ കഴിവുള്ളവരുമല്ലേ. എന്തിനാണ് അവരുടെ അവസരങ്ങളിൽ ഞാനൊരു തടസ്സമാകുന്നത്? അതുകൊണ്ട് അതൊന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അവൾ തീരുമാനം പറഞ്ഞാൽ മാത്രമല്ലേ തനിക്ക് അച്ഛനോട് പറയാൻ പറ്റൂ. അച്ഛൻ സമ്മതിക്കുകയും കൂടി ചെയ്തിട്ട് ഇവൾ സമയമാകുമ്പോൾ വന്നില്ലെങ്കിൽ ആകെപ്പാടെ നാണംകേടാകും. ഇതുവരെ അച്ഛൻ്റെ അടുത്തു നിന്നും ദേഷ്യപ്പെടൽ കേൾക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നീ ഒരു തീരുമാനം പറ എൻ്റെ പെണ്ണെ. ഞാൻ പറഞ്ഞത് അച്ഛൻ സമ്മതിച്ചാൽ നീ പാടാൻ വരുമോ ഇല്ലയോ? അതാണ് എനിക്കറിയേണ്ടത്. ഞാൻ സമ്മതം മേടിച്ചു കഴിഞ്ഞിട്ട് നീ വരാതിരുന്നാൽ അച്ഛൻ എന്നെ വഴക്ക് പറയും. വെറുതെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്നും വഴക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിൻ്റെ തീരുമാനം ഞാൻ ചോദിക്കുന്നത്. അവൻ എൻ്റെ പെണ്ണേ എന്ന് വിളിച്ചത് അനുവിന് നന്നായി ബോധിച്ചു. എന്നാലും താൻ കാരണം ഈ ലോകത്താരും ബുദ്ധിമുട്ടരുതെന്നാണ് അനുവിൻ്റെ ആഗ്രഹം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ലോകത്ത് തനിക്ക് അനുവദിച്ച് അത്രയും കാലം ജീവിച്ചു തീർക്കണം. അതിനുശേഷം ആരുടെയും കണ്ണ് നനയിക്കാതെ അങ്ങ് കടന്നു പോകണം എന്ന ആഗ്രഹം മാത്രമേ അനുവിന് ഇപ്പോൾ ഉള്ളൂ. അതിനുള്ള അവകാശമേ അവൾക്കുള്ളൂ എന്നൊരു ധാരണയാണ് മനസ്സിൽ. പിന്നെയല്ലേ താൻ സ്നേഹിക്കുന്ന കിച്ചുവിനെ വിഷമിപ്പിക്കുന്നത്? നിന്റെ ആഗ്രഹമല്ലേ? നീ അച്ഛനോട് ചോദിക്ക്. അനുവാദം കിട്ടുകയാണെങ്കിൽ വിവരം പറഞ്ഞാൽ മതി. ഞാൻ വരില്ല എന്നൊന്നും പറയില്ല. വന്ന് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ പാടിക്കൊള്ളാം. ഏതെങ്കിലും കാരണവശാൽ ഇടവകക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വിവരം നീ എന്നെ അറിയിക്കണം. അന്ന് മുതൽ ഞാൻ പാട്ട് നിർത്തിക്കൊള്ളുകയും ചെയ്യാം. അനുവിൻ്റെ പാട്ട് ഇടവകക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരില്ല. അത് തനിക്ക് തീർച്ചയാണ്. ഇപ്പോൾ പാടുന്നവരെക്കാൾ എത്രയോ മെച്ചമാണ് അനുവിൻ്റെ സ്വരവും ആലാപന രീതിയും. അതിനു പുറമെ കൊയറിലേക്ക് കിട്ടുന്ന ട്രെയിനിങ് കൂടി ആകുമ്പോൾ അവൾ തകർക്കും, ഉറപ്പാണ്. ഒരു കാരണവശാലും ഇഷ്ടപ്പെടാതെ നിർത്തിപ്പോകേണ്ട ആവശ്യം അവൾക്ക് വരില്ല. പിന്നെ ഇവർ തമ്മിൽ പരസ്പരമുള്ള പാര മൂലം ഏതെങ്കിലും കാരണവശാൽ പാവമായ അനു പുറത്തായെങ്കിലേ ഉള്ളൂ. അവർ രണ്ടുപേരും കൂടി ദീർഘനേരം സംസാരിച്ചു കൊണ്ടു പോകുന്നതും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതും റെജി കണ്ടിരുന്നു. അവൻ ഇടവകയിലെ ആളുകളുടെ കൂടെ മത്സരത്തിന് വന്നതായിരുന്നു. അവൻ പ്രത്യേകം ഒന്നിലും പങ്കെടുത്തില്ല. എന്നാലും എല്ലാവരുടെയും ആവശ്യത്തിനു വേണ്ടി അവനുണ്ടായിരുന്നു എന്ന് മാത്രം. അവൻ എന്നാൽ അനുവിൻ്റെ പാട്ട് കേട്ടതുമില്ല. ഇവർ രണ്ടും കൂടി ഇത്രയധികം സമയം ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായിരിക്കും? അന്നൊരിക്കൽ തനിക്ക് അനുവിനെ മുന്നിൽ കിട്ടിയിട്ട് ആകെ അല്പസമയം മാത്രമേ സംസാരിക്കാൻ പറ്റിയുള്ളല്ലോ. അവനൊന്നും അവളോട് സംസാരിക്കാൻ ഒരു ഭയവുമില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അവർ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് അവന് അവളോട് സംസാരിക്കാൻ ഒരു ഭയവും കാണില്ല. താനെന്ന് സംസാരം നിർത്തിയത് അവളോട് പറയുമ്പോൾ നെഞ്ചിടിപ്പുണ്ടാകുന്നത് കൊണ്ടല്ലേ? അവനതില്ലായിരിക്കും, കൂടെ പഠിക്കുന്ന കൊച്ചായതുകൊണ്ടേ.
കിച്ചു അന്ന് തന്നെ വികാരി അച്ഛനോട് അനുവിൻ്റെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ അതുവരെ അവളെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അവളുടെ പാട്ട് കേട്ടിട്ടില്ല. അവളാണ് ഈ വർഷം ഇടവകയ്ക്ക് വേണ്ടി പാടാൻ പോകുന്നതെന്നും കേട്ടിരുന്നു. നല്ല പാട്ടാണെങ്കിൽ അവളെക്കൊണ്ട് പാടിക്കുന്നത് നല്ലതല്ലേ? അവളുടെ ഇന്നത്തെ പാട്ട് നീ കേട്ടായിരുന്നോടാ? പാട്ട് നല്ലതാണെങ്കിൽ നമുക്ക് പാടിപ്പിക്കാം. നല്ലവണ്ണം പാടുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? അതിന് നമുക്ക് ഏക അവസരം പള്ളി തന്നെയാണ്. പള്ളിയിലെ കൊയർ ഭംഗിയായാൽ പെരുന്നാൾ പോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പുറമേ നിന്നും പാട്ടുകാരെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അവളുടെ പാട്ട് നല്ലതാണോ അല്ലയോ എന്ന് കുറച്ച് കഴിയുമ്പോൾ ഇന്നത്തെ റിസൾട്ട് കൊണ്ട് അറിയാമല്ലോ. മിക്കവാറും അവൾക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ്. എല്ലാവരുടെയും പാട്ടുകൾ താൻ കേട്ടതാണ്. അതിലെന്തുകൊണ്ടും മെച്ചം അനുവിൻ്റെ പാട്ട് തന്നെയാണ്. അതുകൊണ്ട് ഒന്നാം സമ്മാനം അവൾക്ക് തന്നെ ആയിരിക്കും. അച്ഛനും അവളുടെ പാട്ടൊന്ന് കേൾക്ക്. അത് കഴിയുമ്പോൾ തീർച്ചയായും അച്ഛൻ പറയും അവളെ നമുക്ക് കൊയറിലേക്ക് കൊണ്ടുവരണമെന്ന്. അതിനൊരു സാഹചര്യം അടുത്തു വരുന്നുണ്ടല്ലോ. അച്ഛൻ അവിടെ സന്ദർശനത്തിന് ചെല്ലുമ്പോൾ അവളോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ മതി. ചിലപ്പോൾ അവൾ അപ്പോൾ പാട്ടൊന്നും ഓർക്കുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ മിഷൻ ലീഗിൻ്റെ മത്സരത്തിന് പാടിയ പാട്ട് പാടിയാൽ മതി എന്ന് അന്നേരം പറഞ്ഞാൽ മതി. കിച്ചുവിന് അനുവിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ. എന്തായിരിക്കും അത്? പിന്നെ കൊളുത്തു വല്ലതുമാണോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവനൊരു പാവത്താനല്ലേ? അവളും അതുപോലെ തന്നെ. രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചാലും അതിശയിച്ചിട്ട് കാര്യമില്ല. പ്രായവും അതാണല്ലോ. എന്നാലും അവനോടൊന്ന് ചോദിക്കാതെ വിട്ടാൽ ശരിയാവില്ല. എന്നതാടാകിച്ചു നിനക്ക് അനുവിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം? അങ്ങനെ പാടിപ്പിക്കണമെങ്കിൽ തന്നെ അവൾ തന്നെ നേരിട്ട് വന്ന് ചോദിക്കുകയല്ലേ വേണ്ടത്? നീ ഇതുവരെ ആർക്കു വേണ്ടിയും ശുപാർശയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എനിക്കൊരു സംശയം. നിങ്ങൾ തമ്മിൽ എന്താ ഉള്ളത്? പറ. നിനക്കവളോട് വല്ല പ്രത്യേക താല്പര്യവും ഉണ്ടോടാ? ഈ അച്ഛൻ്റെ ചിന്താഗതി പോകുന്ന ഒരു വഴിയേ. താൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അച്ഛനത് മരത്തിൽ കണ്ടിരിക്കുന്നു. എന്തു ചെയ്യും? അവളോടൊരു ചെറിയ ആഗ്രഹം തോന്നിയിട്ടേ ഉള്ളൂ. അതിന്ന് വരെ പറഞ്ഞിട്ട് പോലുമില്ല. പറയുമ്പോൾ എന്താ പ്രതികരണം എന്നും അറിയത്തില്ല. അതിപ്പോൾ എങ്ങനെയാണ് അച്ഛനോട് പറയുക? അച്ഛൻ പറയുന്നത് പോലുള്ള ഒരു പ്രത്യേക താല്പര്യവും എനിക്കില്ല. അവൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഉള്ള സാധാരണ സൗഹൃദം മാത്രം. പിന്നെ കഴിവുള്ളവർ ഒരു നല്ല നിലയിൽ എത്തിക്കാണാൻ ആരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു നിസ്വാർത്ഥമായ ആഗ്രഹം മാത്രം. അതുതന്നെയാണല്ലോ. അത് മതി. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ രണ്ടുപേരുടെയും കല്യാണം നടത്താനും എന്നോട് തന്നെ വന്ന് പറയാൻ ഇടവരരുത്. പറഞ്ഞാലും സന്തോഷമേ ഉള്ളൂ. അത് വേറെ കാര്യം. എന്നാലും ഇപ്പോൾ സമ്മതിക്കാതെ നിന്നിട്ട് അന്ന് അങ്ങനെ പറയരുത് എന്ന് വിചാരിച്ചു എന്ന് മാത്രം. അങ്ങനെ ഈ പ്രായത്തിൽ നിസ്വാർത്ഥമായി പലരും പലതും ആഗ്രഹിക്കാറുണ്ട് മോനെ. ഞാൻ പലരുടെയും അനുഭവങ്ങൾ കേൾക്കുന്നതുമാണ്. പലർക്കും ആ നിസ്വാർത്ഥമായ ആഗ്രഹത്തിൻ്റെ യഥാർത്ഥ നിറം പറയാൻ ഒരു മടിയാണെന്ന് മാത്രം. നിനക്ക് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ അടുത്ത്. അച്ഛൻ പിന്നെയും കൊളുത്തി വലിക്കുകയാണ്. എന്തെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേ സമ്മതിക്കുകയുള്ളൂ. അച്ഛനോടിപ്പം ഞാൻ മിണ്ടാതെ പോയാലും മൗനം സമ്മതലക്ഷണം എന്നെടുക്കും. ഒരു കാരണവശാലും ദേഷ്യപ്പെടാൻ പറ്റില്ല. കാരണം താനിവിടെ നിൽക്കുന്നതാണല്ലോ. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു. ഇനി അതിൽ നിന്നും അച്ഛൻ്റെ നിഗമനം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് സ്വീകരിച്ചുകൊള്ളുക. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. നീ പിണങ്ങണ്ടടാ. അവളെക്കൊണ്ട് നമുക്ക് പാട്ട് പാടിക്കാം. ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം പറയാൻ വേണ്ടി സിസ്റ്റർ കുറച്ച് കഴിയുമ്പോഴേക്കും വരും. അപ്പോൾ നമുക്കറിയാമല്ലോ ആർക്കാണ് സമ്മാനമെന്ന്. ഇന്ന് സമ്മാനം നേടിയത് അവളാണെങ്കിൽ തീർച്ചയായും അവളെ ഞാൻ വിളിക്കും. കൊയറിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിനക്ക് സന്തോഷമായല്ലോ. അതിൽ പ്രത്യേകം തനിക്കെന്ത് സന്തോഷം? എല്ലാവർക്കും അവളുടെ പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ തനിക്കും കേൾക്കാം. അതിൽ കൂടുതലായി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ.
അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മിഷൻ ലീഗിൻ്റെ അനിമേറ്റർ സിസ്റ്റർ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരഫലം പറയാൻ വേണ്ടി ആയിരിക്കണം വരുന്നത്. കിച്ചുവിൻ്റെ ഫസ്റ്റ് അറിഞ്ഞതിന് ശേഷമാണ് അവൻ പോന്നത്. അപ്പോൾ പാട്ടിൻ്റെ ഫലം പറഞ്ഞിരുന്നില്ല. അനുവിന് സമ്മാനമുണ്ടോ ഇല്ലയോ എന്നറിയണം. അവന് ആകാംക്ഷയായി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ.